നിറവേറിൽ സ്റ്റൈലിഷായി ദീപിക വേദിയിൽ നിന്നിറങ്ങാൻ സഹായിച്ചു പ്രഭാസ്. കുഞ്ഞിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് താരദമ്പതികളായ ദീപിക പദുക്കോണും രൺവീർ സിംഗും. സെപ്റ്റംബറിൽ കുഞ്ഞ് പിറക്കുമെന്നാണ് ദീപ്വീർ ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. അടുത്തിടെ മഞ്ഞ നിറത്തിലുള്ള എലൈൻ ഔട്ട്ഫിറ്റിലുള്ള ദീപികയുടെ ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു. സ്വന്തം ബ്യൂട്ടി ബ്രാൻഡായ 82യുടെ പ്രൊമോഷന്റെ ഭാഗമായാണ് ദീപിക മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തിയത്. നിറവേറുമായാണ് താരം വോട്ട് ചെയ്യാനും എത്തിയത്. വെള്ള നിറത്തിലുള്ള ലൂസ് ഷർട്ടായിരുന്നു അന്ന് ബോളിവുഡ് സുന്ദരിയുടെ വേഷം. ഇപ്പോഴിതാ വൻതാരനിര ഒന്നിക്കുന്ന കൽക്കി 2898 എഡി എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റിനും നിറവേറുമായി ദീപിക ഡൽഹിയിലെത്തി. കറുപ്പ് നിറത്തിലുള്ള ബോഡികോൺ ഔട്ട്ഫിറ്റിൽ അതിസുന്ദരിയായിരുന്നു താരം. ഇതിന്റെ ചിത്രങ്ങൾ ദീപിക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത്രയും മതി, എനിക്ക് വിശക്കുന്നു എന്ന രസകരമായ ക്യാപ്ഷനോടെയാണ് താരം ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സ്റ്റേജിൽ നിന്നിറങ്ങാൻ ദീപികയെ സഹായിക്കുന്ന പ്രഭാസിനെയും റാണ ദഗുബാട്ടിയെയും വീഡിയോയിൽ കാണാം. ഇതിനിടയിൽ പ്രഭാസിന് പിന്നിൽ വന്ന് അമിതാഭ് ബച്ചൻ തമാശ പങ്കിടുന്നതും എല്ലാവരും ചിരിക്കുന്നതും വീഡിയോയിലുണ്ട്. ഇറ്റലിയിലെ കോമോ തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ 2018 നവംബർ 14 രൺവീർ സിംഗും ദീപിക പദുക്കോണും വിവാഹിതരായത്. അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അതിനുശേഷം മുംബൈയിലും ബംഗളൂരുവിലും ആഡംബരം നിറഞ്ഞുന്ന വിവാഹ പാർട്ടിയാണ് ഇരുവരും ഒരുക്കിയത്. സെലിബ്രിറ്റികളുടെ നീണ്ടനിര തന്നെ ഒഴുകിയെത്തി. കഴിഞ്ഞ നവംബറിൽ ഇരുവരും 5ാം വിവാഹ വാർഷികവും ആഘോഷിച്ചു. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുടുപ്പിന്റെയും ഷൂസിന്റെയും ബലൂണുകളുടെയും ചിത്രം പങ്കുവച്ച് ഇരുവരും മാതാപിതാക്കളാകാൻ ഒരുങ്ങുന്ന സന്തോഷവാർത്ത ആരാധകരെ അറിയിക്കുകയായിരുന്നു. കരിയർ തന്നെ മാറിയേനെ. ദീപിക വേണ്ടെന്നു വച്ച സൂപ്പർ ഹിറ്റ് സിനിമകൾ. നിലവിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നടിമാരിലൊരാളാണ് ദീപിക പദുക്കോൺ. സിനിമകൾ വളരെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുന്ന അഭിനേതാവ് കൂടിയാണ് ദീപിക. പ്രഭാസ് നായകനായെത്തിയ കൽക്കി 2898 എഡിയാണ് ദീപികയുടേതായി ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ചിത്രം. സുമതി എന്ന കൽക്കിയിലെ താരത്തിന്റെ കഥാപാത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക മനം കവരുകയും ചെയ്തു. നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ദീപിക. എന്നാൽ താരം വേണ്ടെന്നു വച്ച സിനിമകളും കുറവല്ല. ദീപിക പദുക്കോൺ വേണ്ടെന്നു വച്ച ചില സിനിമകൾ പരിചയപ്പെട്ടാലോ? സഞ്ജയ് ലീല ബൻസാലിയുടെ സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി മാറി. ഒരേ സമയം പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ചിത്രം ഏറ്റുവാങ്ങി. ആലിയ ഭട്ടിന് മുൻപ് ചിത്രത്തിലേക്ക് ആദ്യം കാസ്റ്റ് ചെയ്തത് ദീപികയായിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് താരം ചിത്രം നിരസിച്ചു. വിജയ് കൃഷ്ണ ആചാര്യ രചനയും സംവിധാനവും നിർവഹിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ധൂം 3. ആമിർ ഖാൻ, അഭിഷേക് ബച്ചൻ, കത്രീന കൈഫ്, ഉദയ് ചോപ്ര, ജാക്കി ഷ്രോഫ് തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നത്. 2013 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ദീപികയെ ആയിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. മറ്റ് ചിത്രങ്ങളുടെ തിരക്കുകൾ കാരണം താരത്തിന് ചിത്രവുമായി സഹകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അണിയർ പ്രവർത്തകർ കത്രീന കൈഫിനെ നായികയായി പരിഗണിക്കുന്നത്. നവാഗതനായ വിക്രംജിത്ത് സിംഗ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു റോയ്. അർജുൻ രാംപാലും ജാക്വലിൻ ഫെർണാണ്ടസും പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രത്തിൽ രൺബീർ കപൂറാണ് ടൈറ്റിൽ റോൾ അവതരിപ്പിച്ചത്. ദീപിക ചിത്രം നിരസിച്ചതോടെയാണ് നായികയായി ജാക്വലിൻ ഫെർണാണ്ടസ് ചിത്രത്തിന്റെ ഭാഗമാകുന്നത്. 2016 അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത ചിത്രമാണ് സുൽത്താൻ. സൽമാൻ ഖാനൊപ്പം അഭിനയിക്കാൻ തനിക്ക് താൽപര്യമുണ്ടെന്ന് ദീപിക പറഞ്ഞിരുന്ന സമയത്താണ് സുൽത്താൻ എത്തുന്നത്. എന്നാൽ മറ്റു സിനിമകളുടെ തിരക്കുകൾ കാരണം താരത്തിന് ഈ ഓഫർ തള്ളിക്കളയേണ്ടി വന്നു. പിന്നീട് അനുഷ്ക ശർമ്മയാണ് ചിത്രത്തിൽ നായികയായെത്തിയത്. ഷാരൂഖ് ഖാൻ, അനുഷ്ക ശർമ്മ, കത്രീന കൈഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം 2012 റിലീസ് ചെയ്തത്. ഷാരൂഖ് ഖാനെ നായകനാക്കി യശ് ചോപ്ര ഒരുക്കിയ 4ാമത്തെ ചിത്രമായിരുന്നു ഇത്. ജബ് തക് ഹേ ജാനിൽ കത്രീന അവതരിപ്പിച്ച മീരയെന്ന കഥാപാത്രത്തിനായി ആദ്യം സംവിധായകൻ പരിഗണിച്ചിരുന്നത് ദീപികയായിരുന്നു. ഈ ചിത്രവും ദീപിക വേണ്ടെന്നു വച്ചു. 2015 പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രമാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7. ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ച ഒരേയൊരു ബോളിവുഡ് താരമായിരുന്നു ദീപിക. എന്നാൽ ഈ ചിത്രത്തിന്റെ ഭാഗമാകാൻ അന്ന് ദീപികയ്ക്കായില്ല. രൺവീർ സിംഗിനൊപ്പം ഗോലിയോൻ കി രാസ്ലീലയാം ലീല എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിലായിരുന്നതുകൊണ്ടാണ് താരത്തിന് ഈ ചിത്രം നിരസിക്കേണ്ടി വന്നത്.